ഹായ് ഹലോ നമസ്കാരം. വെനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെരി 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 ഗുഡ് മോർണിംഗ്, സുപ്രഭാതം എല്ലാവർക്കും. നല്ലൊരു ബ്യൂട്ടിഫുൾ മോർണിംഗ്. അപ്പോൾ തമ്പനയിൽ കണ്ടില്ലേ, കുതിരവാലി ഇഡ്ലി ദോശ. എന്താണ് ഈ കുതിരവാലി എന്നുള്ള രീതിയിൽ തിങ്ക് ചെയ്യുന്ന ഒരുപാട് പേരുണ്ടാവും. കുറേ പഴയ ആൾക്കാർക്ക് ഇപ്പോഴും ഇതുണ്ടല്ലേ എന്നുള്ളൊരു തോന്നലുണ്ടാവും. കഴിച്ചിട്ടുണ്ടാവും അവരുടെ ചെറുപ്പകാലത്തൊക്കെ. കുതിരവാലി അരിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. മില്ലറ്റ്സിൽ പെടുന്ന ഒരു കാര്യം തന്നെയാണ് ഈ ഒരു കുതിരവാലി എന്ന് പറയുന്നത്. ഏറ്റവും മില്ലറ്റ്സ് എന്ന് പറയുന്നത് തന്നെ ഏറ്റവും നല്ലൊരു കാര്യമാണെന്ന് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ അമ്മ വന്ന സ്ഥിതിക്ക് ഞാൻ ഒരുപാട് മില്ലറ്റ്സ് ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഒരു ഡയറ്റിൽ. കാരണം എന്താണെന്ന് വെച്ചാൽ ഡയബറ്റിക് പേഷ്യൻസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എത്രത്തോളം മില്ലറ്റ്സ് കൊടുക്കുന്നോ അത്രത്തോളം നല്ലതാണ്. അവർക്ക് മാത്രമല്ല, ആർക്കും ഒരു പ്രശ്നമില്ലെങ്കിലും മില്ലറ്റ്സ് കഴിക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല. അത് അത്രയും ആരോഗ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ മില്ലറ്റ് എന്ന് പറയുന്നത്. അതിൽ വരുന്ന ഏറ്റവും പ്രാധാന്യമുള്ള ഒരു മില്ലറ്റാണ് ബാർണിയാർഡ് മില്ലറ്റ് അഥവാ കുതിരവാലി എന്ന് അറിയപ്പെടുന്ന ഈ ഒരു കാര്യം. ഇവിടെ എല്ലാ തമിഴ് റെസ്റ്റോറന്റ് എന്നാ പറയുന്നത്, തമിഴ് സ്റ്റോറിലും കിട്ടുന്നുണ്ട്. ബിക്കോസ് ഇത് ലുലുവിലൊന്നും ഞാൻ നോക്കിയിട്ടില്ല. കാരണം എന്താന്ന് വെച്ചാൽ ഇത് തമിഴ്നാട്ടിലൊക്കെയാണ് ഒരുപാട് ഇവരിത് കഴിക്കുന്നത്. അതുകൊണ്ടായിരിക്കണം തമിഴ് ഷോപ്സിൽ ഇത് കൂടുതലായിട്ടും വെച്ചിട്ടുണ്ടാണത്. അപ്പോൾ ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് നമ്മുടെ പെരുമാൾ സ്റ്റോറിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. അതേമാതിരി തന്നെ എപ്പോഴും ഞാൻ പറയുന്ന പാരി തമിഴ് ഷോപ്പ് എന്ന് പറയുന്ന, തമിഴ് ഷോപ്പ് എന്ന് പറയുമ്പോൾ ഏത് ഷോപ്പാണെന്ന് ദുബായിലുള്ളവർ ചോദിക്കുന്നുണ്ട്. ഷോപ്പിന്റെ പേര് അതാണ്, തമിഴ് ഷോപ്പ്. അതാണ് തമിഴ് മാർക്കറ്റ് എന്ന് അറിയപ്പെടുന്നതാണ് അവരുടെ ആ ഹെഡിങ്, ആ ബോർഡേ അങ്ങനെയാണ്. അത് കരാമയില് മധുരൈ റെസ്റ്റോറന്റിന്റെ ഓപ്പോസിറ്റ് ആണ് ഇവരുടെ ഈ ഷോപ്പ് ഉള്ളത്. വലിയ ഷോപ്പാണ്. അപ്പോൾ അത് അവിടെ ഉണ്ടാവും. അല്ല, ഇനി അവിടെ അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഖരാമ പാർക്കിന്റെ ആ ഒരു സൈഡിലേക്കായിട്ട് വരുന്ന സമയത്ത്, നമ്മുടെ കല്യാൺ ജ്വല്ലേഴ്സിന്റെ സൈഡിലേക്കൊക്കെ ആയിട്ട് വരുന്ന സമയത്ത് ഉള്ള തമിഴ് മാർക്കറ്റ് ഇല്ലെങ്കിൽ തമിഴ് സന്തൈ എന്നറിയപ്പെടുന്ന ആ ഷോപ്പിലും ഉണ്ടാവാറുണ്ട്. അപ്പോൾ പല കടയിലും ഇത് കിട്ടുന്നുണ്ട്. ഇനി ഇതൊക്കെ പോട്ടെ, നമുക്ക് ഓൺലൈനും ഓർഡർ ചെയ്യാം. ഇതിനെ കുറിച്ചിട്ടുള്ള പ്രാധാന്യങ്ങളൊക്കെ ആൾക്കാർക്ക് മനസ്സിലായിട്ട് ഇപ്പോൾ ഒരുപാട് പേര് അതായത് മില്ലറ്റ്സ് കഴിക്കാൻ തുടങ്ങിയിരിക്കുന്നു. വളരെ നല്ല കാര്യമാണ്. അപ്പോൾ ഈ ഒരു ബാർണിയാർഡ് മില്ലറ്റ് അഥവാ കുതിരവാലിയെ കൊണ്ട് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഇഡ്ലിയാണ്. ദോശയും കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മാവ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ദോശ വേണമെങ്കിൽ ദോശ ഉണ്ടാക്കാം, ഇഡ്ലി വേണമെങ്കിൽ ഇഡ്ലി ഉണ്ടാക്കാം, എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ എന്താണ് ഈ കുതിരവാലി അരി? പണ്ട് കാലങ്ങളിൽ ഇത് കൃഷി ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ ഫുൾ ഫ്ലെച്ചിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ബാർണിയാർഡ് മില്ലറ്റ് നമ്മുടെ സോഫ്റ്റ് ഓർഗൻസ് എന്നറിയപ്പെടുന്ന പല അതായത് ഓർഗൻസിൽ തന്നെ സോഫ്റ്റ് ഓർഗൻസ് ഉണ്ട്. ലിവർ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരു ഫ്ലഷ് ഔട്ട് ആണ്. ഫൈബർ കണ്ടന്റ് കൂടുതൽ ഉള്ളത് കൊണ്ട് ഈ ലിവറിനാണ് ഇത് കൂടുതലും ഹെൽപ്പ് ചെയ്യുന്നത്. ഈ ബാർണിയാർഡ് മില്ലറ്റ് മെയിൻ ആയിട്ട് കൊടുക്കുന്നത് ഈ ലിവർ കംപ്ലയിൻസിന് ഉള്ള ആൾക്കാർക്ക് ഡോക്ടേഴ്സ് എഴുതി കൊടുക്കുന്ന ഒരു കാര്യമാണ്. ചോറ് മാറ്റിയിട്ട് നിങ്ങൾ മില്ലറ്റില് ബാർണിയാർഡ് മില്ലറ്റ് കഴിച്ചു നോക്കൂ എന്ന് പറയുന്ന ആ ഒരു സിറ്റുവേഷൻസ് ഒക്കെ ഇപ്പൊ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഡോക്ടേഴ്സും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു മില്ലറ്റിൽ പെടുന്ന, ഹൈ റേഞ്ച് മില്ലറ്റിൽ പെടുന്ന ഒരു കാര്യമാണ് ഈ ബാർണിയാർഡ് മില്ലറ്റ്. അപ്പോൾ എന്തായിരിക്കും ഈ ഇഡ്ലിയുടെ ടേസ്റ്റ്? നോക്കൂ, നമ്മൾ അരി കഴിച്ച് പരിചയിച്ച നാവാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ടേസ്റ്റ് അക്സെപ്റ്റ് ചെയ്യാൻ ദുസ്വാദില്ല. ഇപ്പൊ തന്നെ പറയാ, കഴിക്കില്ല, അല്ലാണ്ട് ഛർദിക്കാൻ അങ്ങനെ ഒന്നുമില്ല. മില്ലറ്റിന്റെ ആ ഒരു ഡിഫറെന്റ് ഫ്ലേവർ, ഡിഫറെന്റ് ടേസ്റ്റ് ഉണ്ടാവും. ഇപ്പൊ അമ്മയ്ക്ക് ഞാൻ കൊടുത്തതില് സത്യസന്ധമായിട്ട് പറയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടത് ദോശയാണ്. ഇഡ്ഡലിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ആ ഫ്ലേവർ വരുന്നതുകൊണ്ട് അമ്മയ്ക്ക് അത്രയ്ക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. ഞാനാണെങ്കിൽ അതിൽ ചോറായിക്കോട്ടെ അല്ലെങ്കിൽ അവിലായിക്കോട്ടെ അതൊന്നും ഞാൻ മിക്സ് ചെയ്തില്ല. അമ്മയ്ക്ക് കറക്റ്റായിട്ട് കൊടുക്കണം എന്നുള്ളത് കൊണ്ട് അതിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തു. ഓൾട്ടറേഷൻസ് വരികയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അമ്മയ്ക്ക് അത് ഇഷ്ടപ്പെട്ടു എന്ന് വരും. നാവിന് നമുക്ക് അതല്ലേ പരിചയിച്ചിട്ടുള്ളൂ. നേരെ മറിച്ച് ദോശ ആയപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായി. നിങ്ങൾ
ഇതൊന്ന് ട്രൈ ചെയ്യണം. നിങ്ങൾക്ക് ആ ഒരു മില്ലറ്റ്സിലേക്ക് നമുക്കൊന്ന് തിരിച്ചു പോകാം. ഇതിന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മില്ലറ്റിൽ ഉണ്ടാക്കാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം. എനിക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ബിക്കോസ് അമ്മ ഉള്ളതുകൊണ്ട് എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്തേ പറ്റൂ. നിങ്ങളും ഉണ്ടാക്കണം. എൻ്റെ റിക്വസ്റ്റ് ആണ്. അറ്റ്ലീസ്റ്റ് നമ്മുടെ ബോഡിയിലേക്ക് നമുക്ക് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ കൊടുക്കാം എന്നുള്ളൊരു ഫീലിംഗ് നമുക്ക് ഉണ്ടാവും. സാധാരണ പോലെ ചോറ് വേവിച്ചിട്ട് അതിൻ്റെ കൂടെ കൂട്ടാനൊക്കെ കൂട്ടി കഴിക്കുന്ന പോലെയും ഇത് കഴിക്കാം. ഞാൻ ഇത് എങ്ങനെ വേവിച്ചിട്ട് എങ്ങനെ കഴിക്കണം എന്നുള്ളതും ഞാൻ കാണിച്ചു തരാം. ഈ ഒരു വീഡിയോയിലല്ല, ഇനി വരുന്ന വീഡിയോകളിൽ. അപ്പൊ ഇത്രയും ഞാൻ സംസാരിക്കാൻ കാരണം നിങ്ങൾക്ക് ഈ ബാർണിയാർഡ് മില്ലറ്റിനെ കുറിച്ചിട്ടുള്ള ആ ഒരു അവയർനെസ് വരണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. ദയവീത് ഇതിനെ മാറ്റി വെക്കരുത്. ആമസോണിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒരു ചെറിയ പാക്കറ്റ് ഓർഡർ ചെയ്യൂ, ഇല്ലെങ്കിൽ പോയി ഷോപ്പിൽ നിന്ന് ഒരു 1/4 കിലോ എങ്കിലും വാങ്ങിക്കൂ. എന്നിട്ട് നിങ്ങളുടെ ഡയറ്റിൽ ഒന്ന് ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കൂ. ഇത് വളരെ ആരോഗ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. വരൂ, നമുക്ക് കാണാം ബാർണിയാർഡ് മില്ലറ്റ് അല്ലെങ്കിൽ കുതിരവാലി ഇഡ്ലി ഓർ ദോശ. വിനീസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാൻ മറക്കരുത് കേട്ടോളൂ. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാം. ഇതാണ് കുതിരവാലി അഥവാ ബാർണിയാർഡ് മില്ലറ്റ് എന്നറിയപ്പെടുന്നത്. ഞാൻ ഓർഗാനിക് ആണ് വാങ്ങിക്കണത്. നിങ്ങൾക്ക് ലൂസിലും വാങ്ങിക്കാം, ഏത് കമ്പനിയുടെ വേണമെങ്കിലും വാങ്ങിക്കാം. ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക, പോളിഷ്ഡ് വാങ്ങിക്കേണ്ട. ഓക്കെ, ഫൈബർ ഉള്ളത് ഓർഗാനിക് ആയിട്ടുള്ളത് വാങ്ങിക്കുക. അങ്ങനെ ആവുമ്പോൾ കളർ ബ്രൗൺ ആയിരിക്കും. പോളിഷ്ഡ് ആവുമ്പോൾ വെള്ള കളറിലാണ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് അതിൻ്റെ ഫൈബർ കണ്ടന്റ് വേണം എന്നുള്ളത് കൊണ്ട് ഞാൻ ഈ ഒരു ഓർഗാനിക് ടൈപ്പാണ് വാങ്ങിച്ചത്. 1.5 ഗ്ലാസ് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പ്രോസസ്സ് എന്ന് നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ കഴുകുക എന്ന് പറഞ്ഞാൽ കശക്കി നല്ലോണം കൈകൊണ്ട് കശക്കിയിട്ട് ഒരു 7-8 പ്രാവശ്യം ഞാൻ കഴുകിയിട്ടുണ്ട്. എന്നാൽ മാത്രമേ ഈ ഒരു ബാർണിയാർഡ് മില്ലറ്റ് ഇല്ലെങ്കിൽ കുതിരവാലിക്ക് അതിൻ്റെ ആ ഒരു മുകളിലത്തെ ആ ഒരു ഇത് പോവുള്ളൂ. ഡെഫിനറ്റായിട്ട് ഒരു 7-8 പ്രാവശ്യമെങ്കിലും ഇതിപ്പോൾ ഞാൻ ചെയ്യുന്ന പോലെ തന്നെ നന്നായിട്ട് ഇങ്ങനെ കൈകൊണ്ട് ആക്കി എടുക്കുക. ഇനി നമുക്ക് ആഡ് ചെയ്യാം ബാക്കിയുള്ള കാര്യം. 1/2 കപ്പ് ഉഴുന്ന് ആഡ് ചെയ്തിട്ടുണ്ട്. 1 സ്പൂൺ, ഓക്കെ, വലിയ സ്പൂണിന് 1 സ്പൂൺ കടലപ്പരിപ്പ്, അതേമാതിരി തന്നെ ചെറിയ സ്പൂണിന് 1 സ്പൂണ് നമ്മുടെ ഉലുവ. വീണ്ടും നമുക്ക് ഉഴുന്നും ഉലുവയും കടലപ്പരിപ്പും കൂടിയിട്ട് ഒന്നും കൂടി കഴുകി വെള്ളം ഊറ്റുക. അത് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു 6-7 മണിക്കൂർ സോക്ക് ചെയ്യാൻ വെക്കണം. അങ്ങനെ 6-7 മണിക്കൂർ സോക്ക് ചെയ്തിട്ടുള്ള ഈ ഒരു കാര്യത്തിന് നമുക്ക് വെള്ളമൊക്കെ ആക്കി മാറ്റി കഴിഞ്ഞതിന് ശേഷം മിക്സിയിൽ സാധാരണ ദോശയ്ക്കും ഇഡ്ലിക്കും അരയ്ക്കുന്ന പോലെ തന്നെ ഒരു ലൈറ്റ് ബ്രൗൺ കളർ മാവാണ് നിങ്ങൾക്ക് ഇതുപോലെ കിട്ടുക. ഇനി ഇതിലേക്ക് ഉപ്പിട്ടിട്ട് കൈകൊണ്ട് നന്നായിട്ട് ഇളക്കിക്കോളൂ. കൈകൊണ്ട് ഇളക്കുക തന്നെ വേണം, അപ്പോഴേ പുളിച്ച് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള മാവായിരിക്കും. അത് കഴിഞ്ഞ് നമുക്ക് അടച്ചു വെക്കാം. 8 മണിക്കൂർ കഴിഞ്ഞ് അത് നന്നായി പുളിച്ച് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ആയിരിക്കും. ഭയങ്കരമായിട്ട് ഓവറായിട്ട് പൊങ്ങിയിട്ടൊന്നും വരില്ല, ബിക്കോസ് നമ്മൾ ചോറോ അല്ലെങ്കിൽ അവിലോ അങ്ങനെയൊന്നും ഇടുന്നില്ലല്ലോ. അപ്പോൾ മാവ് ഇങ്ങനെ ആയിരിക്കും. ഇനി നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാം. നല്ല പോലെ സാധാരണ ഇഡ്ഡലി തട്ടിൽ എണ്ണയൊക്കെ തേച്ച് നല്ല പോലെ ഈ മാവിനെ അങ്ങോട്ട് ഒഴിക്കുക. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടെക്സ്ചറും ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്മെല്ലും ആയിരിക്കും. എന്നാൽ വീണ്ടും ഞാൻ പറയുന്നു, ഒരു ദുസ്വാദും ഉണ്ടാവില്ല. അമ്മയ്ക്ക് പക്ഷെ കൂടുതലായിട്ടും ഇഷ്ടപ്പെട്ടത് നല്ല രീതിയിലുള്ള ദോശ തന്നെയാണ്. അപ്പോൾ ഇതുപോലെ ആയിരിക്കും നമ്മുടെ കുതിരവാലി ഇഡ്ഡലി പൊങ്ങിയിട്ട് വരുന്നത്. ഇതിൻ്റെ ടെക്സ്ചർ ഞാൻ ഉള്ളിലേക്ക് ഒരു ഇഡ്ഡലി ഞാനൊന്ന് മുറിച്ച് കാണിച്ചു തരാം. ഇതാ നല്ല ഓട്സ് ഇഡ്ഡലിയൊക്കെ ഉണ്ടാവില്ലേ, ഒരു ഇളം ബ്രൗൺ കളറായിട്ട്. ഇതേ മാവ് യൂസ് ചെയ്തിട്ട് തന്നെ ഞാൻ അമ്മയ്ക്ക് ദോശയും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 ചോയ്സ് ഏതെങ്കിലും അമ്മയ്ക്ക് ഇഷ്ടപ്പെടട്ടെ എന്നുള്ള രീതിയിലാണ് ഞാൻ ചോയ്സ് കൊടുത്തത്. അതിൽ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടത് ദോശ തന്നെയാണ്. ഇനി മുതൽ അമ്മയ്ക്ക് ദോശ മതി എന്നാണ് അമ്മ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങളും ഇതുപോലെ തന്നെ ദോശയോ ഇഡലിയോ എന്താ നിങ്ങൾക്ക് പ്രിഫറൻസ് എന്നുള്ളത് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്യുക. ഒരു പ്രാവശ്യം മാവ് ഉണ്ടാക്കിയ 2 ഉണ്ടാക്കാമല്ലോ. അപ്പോൾ ട്രൈ ചെയ്തിട്ട്
ഫാമിലിക്ക് എന്താണോ ഇഷ്ടപ്പെടുന്നത് എന്നുള്ളതൊന്ന് നോക്കുക. എന്നിട്ട് അതുപോലെ തന്നെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കാൻ നോക്കുക. എത്ര സിമ്പിളായിട്ടാണ് ഈ ഒരു ചെറുധാന്യത്തിൽ നമ്മൾ ഇഡ്ഡലിയും ദോശയും ഉണ്ടാക്കി എന്നുള്ളത് കണ്ടല്ലോ. ഇനി കഴിക്കാൻ വരൂ. അപ്പോൾ കുതിരവാലി ഇഡ്ഡലി, ദോശ, സ്പെഷ്യൽ സാമ്പാർ ഒക്കെ റെസിപ്പി നിങ്ങളുടെ മുമ്പിലേക്ക്. ഇതിപ്പോൾ ഞാൻ കുതിരവാലി ഇഡ്ഡലിയുടെയും ദോശയുടെയാണ് ഇടുന്നത്. സ്പെഷ്യൽ സാമ്പാറിൻ്റെ റെസിപ്പി നിങ്ങൾ ഓൾറെഡി കണ്ടു. ഓക്കെ, അപ്പോൾ ആ സാമ്പാർ ഇതിൻ്റെ കൂടെ ഉണ്ടാക്കി നോക്കുക. നല്ല ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് ആയിരിക്കും. ചെറുധാന്യമല്ലേ, നന്നായിരിക്കും കഴിക്കാൻ. ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് ഇഷ്ടപ്പെടാനുണ്ട്. ദുസ്വാദൊന്നുമില്ല. സാമ്പാർ കൂട്ടി കഴിക്കുമ്പോൾ ടേസ്റ്റിന് ഒരു കുഴപ്പമില്ല. സാമ്പാർ സൂപ്പർ. ഞാൻ ദോശ കഴിക്കട്ടെ. ദോശ കിട്ടുന്നുണ്ട്. ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ സൂപ്പറാണ്. ഉണ്ടാക്കി നോക്കുന്ന പ്രതീക്ഷിക്കുന്നു എല്ലാം. അപ്പോൾ വീണ്ടും നമുക്ക് കാണാം പുതിയ റെസിപ്പിയുമായി. ഞാൻ കഴിക്കട്ടെ. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ. Vinny's Kitchen.